ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നു. ചാണ്ടി ഉമ്മൻ MLA ആണ്. ശ്രീ ആരെയും പിന്തുണയ്ക്കാത്ത, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അത് ശരിയാണോ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. ഞാൻ പാർട്ടിക്കകത്തുള്ള കാര്യം അങ്ങനെ പുറത്തു പറയും. താങ്കളെ നേരിട്ട് കിട്ടുമ്പോ അത് ചോദിച്ച് വ്യക്തത വരുത്താലോ. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളും അടിച്ചാൽ മതി. പുറത്ത് പാർട്ടി, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾ അച്ചടക്കമുള്ള ഒരു പാർട്ടിയാണ്. അകത്ത് നടക്കുന്ന കാര്യം പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ അതൊരു നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം പുറത്ത് പറയാറുണ്ടോ? ഇല്ലല്ലോ. ചാണ്ടിയുമ്മൻ, ഈ ചോദ്യം അത്ര പ്രശ്നമുള്ളതല്ല. ഒന്നുകൂടി കേട്ടു നോക്കൂ. അതായത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനൊപ്പം എന്നാണോ? അതായത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നാണ്. അതൊരു സേഫായ ചോദ്യമല്ലേ? പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ പറഞ്ഞു, എന്റെ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യം ഞാൻ എങ്ങനെ പുറത്തു പറയും? എന്താണെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ അസംഷൻസ് ആവാം, പ്രസംഷൻസ് ആവാം, നിങ്ങളുടെ സോഴ്സസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാനായിട്ട് പറയില്ല അത്. ഓക്കെ, നടക്കുന്ന കാര്യങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കൂടിയുള്ള, ഉമ്മൻചാണ്ടിയുടെ പടം കൂടിയുള്ള, അത് നമ്മൾ പ്രത്യേകം പറയണം, ഉമ്മൻചാണ്ടിയുടെ പടത്തിന് നേരെയല്ല, ഉമ്മൻചാണ്ടിയുടെ പടം കൂടിയുള്ള ഒരു ഫ്ലക്സ് കീറി. അപ്പോൾ ഉമ്മൻചാണ്ടി അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് KC വേണുഗോപാലിന്റെ അനുയായികൾ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടി അപമാനിക്കലാണതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ട്, വേണ്ടോളം. അല്ല, ഇന്നലെ ഫ്ലെക്സ് കീറുക മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് KC വേണുഗോപാലിന്റെയും ഉമ്മൻചാണ്ടിയുടെയും പടമുള്ള ഫ്ലെക്സ് കത്തിക്കുകയാണ്. പക്ഷെ കത്തിപ്പോയത് എൻ്റെ പിതാവിന്റെ ഫോട്ടോയാണ്. അപ്പൊ എന്തായാലും ഇതൊന്നും പക്ഷേ കോൺഗ്രസ്സുകാർ ചെയ്യുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഈ ഒരു ആവേശത്തിൽ കയറിക്കൂടിയ മറ്റാരെങ്കിലും ആയിരിക്കും അത് ചെയ്യുന്നത്. കാരണം ഉമ്മൻചാണ്ടി അപമാനിക്കലാണ് എന്ന KC പക്ഷത്തിന്റെ വാദത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? നിങ്ങൾ എന്താണ് പറയുന്നത്? അല്ല, ഇപ്പൊ ചെയ്തവര് ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ തിരിച്ചറിയാതെ ചെയ്തെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ചെയ്തവരെ ആവേശത്തിൽ, ഇപ്പം ഒരാൾക്ക് ആവേശം കയറിയാൽ പിന്നെ ഫ്രണ്ട് നിൽക്കുന്നത് എന്താണെന്നുള്ളത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. ചിലപ്പം വല്ലോ മദ്യത്തിനോ വല്ലോ അടിമയായിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ആവേശത്തിൽ ചെയ്തു പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം അദ്ദേഹത്തിന്റെ മുന്നിൽ അച്ഛൻ നിന്നാലും അമ്മ നിന്നാലും അതേ റിയാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്. ഓക്കെ, ഇപ്പോൾ ഈ തർക്കത്തിൽ ഒരു തർക്കം നടക്കുകയാണ്. ജനാധിപത്യപരമാണെന്ന് നമുക്ക് പറയാം. കാരണം ഏത് പാർട്ടിയിലാണെങ്കിലും മുഖ്യമന്ത്രിയാകണം എന്ന് അവകാശപ്പെടാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനു മുൻപും കണ്ടിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് അത്തരത്തിൽ ജനാധിപത്യപരമായ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിനിടയിൽ ഏതെങ്കിലും ഒരു പക്ഷം ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉപയോഗിക്കുന്നത് ശരിയാണോ? മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഉമ്മൻചാണ്ടിയുടെ ചിത്രം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇന്നലെ എന്റെ മണ്ഡലത്തിൽ 3-4 പ്രകടനങ്ങൾ നടന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉണ്ടായിരുന്നു. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റ്? ഉമ്മൻചാണ്ടിയോട് സ്നേഹമുള്ളവർ ഇന്നും ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. അതിനകത്ത് ഇപ്പൊ എന്താ? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല, ഞാൻ നീ കാര്യം പറയട ചക്ക. ഈ പ്രകടനം നടത്തിയവർക്കെതിരെ ഇടുക്കി DCC നടപടിയെടുത്തല്ലോ. അപ്പോൾ ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞത് ജനവികാരം അവഗണിക്കാനാകില്ല, ജനവികാരത്തിൽ അങ്ങനെ പ്രകടനം നടത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്നാണ്. ഇന്ന് K മുരളീധരൻ ചോദിച്ചു, പ്രകടനം കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഫ്ലക്സ് കൊണ്ടും ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന്. ഇതിനെ പാർട്ടി അച്ചടക്ക നടപടിയിലൂടെ നേരിടണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഞാനിപ്പോ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ശരി, ഈ തീരുമാനത്തിൽ നിർണായകമാകാൻ പോകുന്ന 63 MLA-മാരിൽ ഒരാളാണല്ലോ താങ്കൾ. ആ MLA എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താകണം എന്ന ആഗ്രഹമുണ്ടോ? എന്റെ ലീഡർഷിപ്പിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരേത് മാനദണ്ഡം ഉപയോഗിച്ചോ ഇത്ര നാള് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുത്തോ അതേ മാനദണ്ഡം ഇനിയും ഉപയോഗിച്ച് മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും. നോക്കിയാൽ അങ്ങനെ ഒരു കൃത്യമായ ഒരേ മാനദണ്ഡം പാലിച്ചല്ല കോൺഗ്രസ് പാർട്ടി അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ MLA-മാരുടെ ഇടയിലെ മുൻതൂക്കത്തിന് ആണോ ആദ്യ പരിഗണന കൊടുക്കേണ്ടത്, അതോ ഘടകകക്ഷികളുടെയും ജനവികാരത്തിന്റെയും അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സ് കൂടി പരിഗണിച്ചുകൊണ്ടാണോ തീരുമാനമെടുക്കേണ്ടത്, അതോ നിയമസഭാ കക്ഷിയിൽ ആരാണ് മുന്നിലെന്നത് നോക്കിയിട്ടാണോ?
അല്ല, ഇത്രയും നാൾ എന്താണോ പ്രാക്ടീസസ്, ആ പ്രാക്ടീസ് തന്നെ തുടരും. ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനും പാർട്ടിക്ക് പുറത്ത് ഒരു അനുകൂല വികാരമുണ്ടാക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായും ഒക്കെ രാഹുൽ ഗാന്ധി കണക്കിലെടുക്കാൻ സാധ്യതയുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധി എന്നുള്ള നേതാവിനെ ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? സാധാരണഗതിയിൽ ഈ സമയത്ത് നമ്മൾ മന്ത്രിസഭാ ചർച്ചകളും ആരൊക്കെ മന്ത്രിയാകും എന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയമാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. പക്ഷേ ഇത്തവണ അതിനുള്ള ഒരു ഗ്യാപ്പ് പോലും തന്നിട്ടില്ല മുഖ്യമന്ത്രി ചർച്ചകൾ എന്നുള്ളത് വ്യക്തമാണ്. ചാണ്ടി ഇപ്പോൾ 2ാമത്തെ തവണയാണ് MLA ആകുന്നത്. മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ സ്നേഹം കണ്ട നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത്? കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഗ്യാപ്പില്ലാതെ നിങ്ങൾ ഇത് തന്നെയല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് വന്നാൽ അങ്ങനെയാണ്, ഞങ്ങൾ പിന്നെ ഗ്യാപ്പേ ഉണ്ടാകാറില്ല. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. മാധ്യമങ്ങൾ അനാവശ്യമായിട്ടുള്ള ഊഹാപോഹങ്ങളും ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തിയിട്ടാണ് ആൾക്കാരിൽ ആശങ്ക ഉണ്ടാകുന്നത്, സംശയങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിക്ക് ഒരു ഞങ്ങളുടെ ലീഡർഷിപ്പിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്. അത് ഉപയോഗിച്ച് ഒരാൾക്ക് പരിക്കില്ലാത്ത വിധം, ആരെയും മാറ്റി നിർത്താത്ത വിധം ഇതെല്ലാം സോൾവ് ചെയ്യും. കാരണമറിയാത്തൊരു ഉത്കണ്ഠ എന്റെ മനസ്സിലും വളരുന്നു. ഇനി എന്റെ കാര്യത്തെ സംബന്ധിച്ച് എനിക്കിപ്പം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരുന്നതാണ് പ്രധാനം. ആ ഒരു പ്രവർത്തനത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഓക്കെ, ഒത്തില്ലല്ലേ? അത് സാരമില്ല, അത് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലീഗ് അഭിപ്രായം പറഞ്ഞു എന്നും ലീഗ് VD സതീശനെ പിന്തുണച്ചു, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അതിനപ്പുറത്ത് ഒരു തീരുമാനം വന്നാൽ അവർ കർശന നിലപാടെടുക്കുമെന്നൊക്കെ സൂചനകളും റിപ്പോർട്ടുകളും ഉണ്ട്. അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അവരുടെ പിന്തുണ ആർക്കാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം താങ്കൾ കാണുന്നുണ്ടോ? എനിക്കതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങളോ അവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. എല്ലാ പാർട്ടികൾക്കും അവരുടെ അവകാശമുണ്ട് പറയുവാൻ കാര്യങ്ങൾ. അതിനകത്ത് ആർക്കും, പ്രത്യേകിച്ച് UDF പോലും ഒരു സംവിധാനത്തിൽ, ലീഗിന് വളരെയധികം പ്രാധാന്യമുള്ള സംവിധാനത്തിൽ, കേരള കോൺഗ്രസിന് പ്രാധാന്യമുള്ള സംവിധാനത്തിൽ, RSPക്ക് പ്രാധാന്യമുള്ള സംവിധാനത്തിൽ, RMPക്ക് പ്രാധാന്യമുള്ള സംവിധാനത്തിൽ എല്ലാ പാർട്ടികളെയും ഒരേപോലെ കാണുന്ന ഒരു മുന്നണിയാണ് UDF. അപ്പോൾ ആ മുന്നണിയിൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവര് എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് കാര്യം പറഞ്ഞാൽ അത് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷങ്ങളിലൊന്ന് കരസ്ഥമാക്കി ചരിത്രപരമായ ഒരു വിജയം കുറിച്ച വ്യക്തി കൂടിയാണ്. അതിനുള്ള അഭിനന്ദനങ്ങൾ കൂടി താങ്കളെ അറിയിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിച്ചതിന് നന്ദി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.